ഹലോ, ഞാൻ രാംദാസ്. എൻ്റെ വീട് കാക്കനാടാണ്. ഞാൻ നാവികസേനയിലെ സർവീസിന് ശേഷം ഇപ്പോൾ മർച്ചൻ്റ് നേവിയിലെ ഓഫീസറാണ്. അപ്പോൾ ഞാൻ കണ്ടതും കേട്ടതുമായ കുറേ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ അറിവിന് വേണ്ടി യൂട്യൂബ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റൊക്കെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കുറേയധികം വീഡിയോകളിലൂടെ പല രാജ്യങ്ങളിലും പല നാടുകളിലുമുള്ള വീഡിയോകളിലൂടെ പലതരം വീഡിയോകളിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ചാനലിൻ്റെ ക്യാമറാമാൻ സബിത കൂടെയുണ്ട്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. എല്ലാവർക്കും നമസ്കാരം. വിദഗ്ധന്മാര് അവർക്ക് അതിന്റെ കഴിവ് എങ്ങനെ ചെയ്യണമെന്ന് വെള്ളം വരാണ്ടിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ അതിന്റെ വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അത് കറക്റ്റായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വന്ന് അതിലൂടെ വെള്ളം കയറും. അതപ്പോ കെട്ടി കഴിയുമ്പോൾ നമ്മൾ ഓട്ട ഇട്ടിട്ടാണല്ലോ ഇത് കെട്ടുന്നത്. ഓട്ടയിലൂടെ വെള്ളം അകത്തേക്ക് വരില്ലേ? ആ ഓട്ട നമ്മൾ അടയ്ക്കും. ചകിരി വെച്ച് തന്നെ അടക്കും. ചകിരി വെച്ച് തന്നെ അടയ്ക്കും. ഉണക്ക ചകിരി ഉണ്ട്. ഈ തൊണ്ട് തള്ളിയെടുക്കണ ചകിരിയില്ല, അത് വെച്ച് തന്നെ ഈ ഓട്ട എല്ലാ ഓട്ട അടച്ചേക്കണം. ചകിരി തിരുമ്പി കൂട്ടിയെടുത്ത് ഓട്ടയിലേക്ക് വെച്ചിട്ട് അടിച്ചു വെക്കും. ഓട്ടയ്ക്ക് അടയ്ക്കും. എന്നിട്ട് എണ്ണ ചെയ്യുമ്പോ അതിന്റെ അകത്തിരുന്ന് വീർക്കുമല്ലോ. അത് ചകിരി വീർത്ത് കഴിയുമ്പോ ഒന്നുകൂടി ടൈറ്റ് ആകും. അതെ 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 അതെ, അതാണ് ഇതിന്റെ ബലം. വെള്ളം വരാത്തതിന്റെ കാരണം അതാ. അപ്പൊ ഈ ഇതിന്റെ പുറം ഭാഗത്ത് ഓട്ട ഇവിടെ ഉണ്ടാവുമല്ലോ. അകത്തുനിന്ന് ചകിരി വെച്ച് ഓട്ട അടച്ചു. ഇവിടെ ഓട്ടയൊക്കെ ഇതെങ്ങനെ ഈ ഓട്ട അടച്ചതൊക്കെ എങ്ങനെ? ഇത് ഒരു മിശ്രിതമാണ്. മിശ്രിതം. ഇതിന് ഇപ്പൊ ചാള നെയ്, പിന്നെ അർപ്പൂസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഇംഗ്ലീഷ് വാക്കൊന്നും എനിക്കറിയാൻ പാടില്ല. ഒരു മരത്തിന്റെ പശ, തെള്ളിപ്പൊടി, അതുപോലെ തന്നെ കുന്തിരിക്കം പോലെ ആയിരിക്കും. അതും ഈ എണ്ണയിലിട്ട് ഉരുക്കിയിട്ട് ചോക്കുപൊടിയോ അല്ലെങ്കിൽ കുമ്മായവും പിന്നെ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കറുപ്പാണെങ്കിൽ കറുപ്പടിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ റെഡ് റോസ് സൈഡാ മേടിച്ചേക്കണം. അത് മേടിച്ച് അടിച്ച് അപ്പൊ അതും കൂടി എടുത്തിട്ട് കുഴച്ചെടുക്കും. ഇതാണ് കുഴച്ച് കട്ടിയാക്കുക. ശരിക്കുള്ള രീതിയിൽ കട്ടിയാക്കിയിട്ടാണ് ഇത് ഓരോ ഇതിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് തുണ ഓട്ടയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. ഓ, ഇത് ചെമ്പിന്റെ ഇവിടെ കൊണ്ടൊന്നും ഉണ്ട്. നമ്മൾ ഇതൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല ഒഴുക്കിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? നല്ല കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ഷേപ്പ് അല്ലേ? നല്ലൊരു തലപ്പാവ് പോലെ. ഇതിന്റെ പേര് ചുരുൾ. ഇതിന് ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഇനി ഇവിടെ ചെമ്പിന്റെ പിച്ചള കൊമളകളൊക്കെ നെറ്റിപ്പട്ടം പോലെ. അത് ഇത്തിരി വലിഞ്ഞു കഴിഞ്ഞിട്ട് വെക്കണത്. എണ്ണയൊക്കെ വലിഞ്ഞു കഴിഞ്ഞിട്ട് വെക്കാം. ഇതാണ് ചറ, ചെമ്പിന്റെ തറ. ഓ, വലിയ സ്ക്രൂ പോലത്തെ സാധനം. ഇത് ഇവിടുന്ന് അടിച്ച് കയറ്റിയേക്കാണ്. ഇതാണ് ആ കൊമ്പിന്റെ മേൽഭാഗം അല്ലേ? എല്ലാ പലകകളും വന്നിങ്ങനെ ഈ കൊമ്പിലേക്ക് ചേർന്നേക്കുവാണ്. ഇത് മെയിൻ ആയിട്ടുള്ള കെട്ടാണിത് അല്ലേ? കൊമ്പുമായിട്ടുള്ള കൊമ്പ് ഇങ്ങനെ വന്ന് ഇവിടെ അതിൽ ചേർന്നേക്കാണ് ആ കീഴില്. സാബുജി, നമ്മള് വെള്ളം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, വെള്ളത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ ഈ എണ്ണ അടിക്കണമെന്ന് പറഞ്ഞാണ്. എണ്ണ അത് എന്ത് എണ്ണയാണത്? അത് മീനിന്റെ നെയ്യാണ്. എന്ത് മീനാണ്? ചാള, മത്തി. ഓ, ചാള എന്ന മീനിന്റെ നെയ്യാണത് അല്ലേ? അത് ശരി, അത് നല്ല വില പിടിച്ച സാധനമാണത് അല്ലേ? നെയ്യ് നമ്മൾ ഈ പാട്ടയിലാണ് നെയ്യ് മേടിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ നെയ്യ് എടുത്തിട്ട് നെയ്യ് അങ്ങോട്ട് അതിലേക്ക് ഒരു പ്രാവശ്യം തൂക്കുള്ളൂ. പല വെള്ളം ഓയിൽ വലിക്കുന്ന അനുസരിച്ച് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. വലിച്ച് തീരുന്നവരെ ഫുള്ളായിട്ട് വെള്ളത്തിൽ കുടിച്ച് ഈ ഓയിൽ മുഴുവൻ കുടിക്കണം പലക. നമുക്കറിയാൻ പറ്റും പുറത്തായിട്ട്. ഓ, അകത്ത് വെള്ളത്തിനകത്ത് നമ്മൾ ഓയിൽ അടിക്കുമ്പോൾ ഈ പലകയുടെ പുറത്തോടെ ഇങ്ങനെ ഊറി വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു. മീനിന്റെ നെയ്യാണത്, മീൻ നെയ്യാണ്. അത് ശരി. അതിനുശേഷം ആശാൻ പറഞ്ഞിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഈ ഓട്ട അടയ്ക്കാനായിട്ടൊരു മിശ്രിതം ഉണ്ടാക്കുമെന്ന്. ഈ സെയിം മീൻ നെയ്യൊക്കെ ചേർത്തിട്ട് അതെങ്ങനെ അടപ്പില് ഈ ചട്ടി വെക്കും. ഓ, ഈ ചട്ടി ഇത് ഇരുമ്പിന്റെ ചട്ടിയാണല്ലോ. ഈ ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ നെയ്യ് അതിലേക്ക് ഒഴിക്കും. അപ്പൊ നമ്മള് അർപ്പൂസിന്റെ കട്ട അതിലേക്ക് അത് ഉരുകി വരുമ്പോൾ നമ്മള് ചോക്ക് പൊടിയോ അല്ലെങ്കിൽ കുമ്മായോ റെഡ് ഓക്സൈഡോ മിക്സ് ചെയ്യും. എന്നിട്ട് ഈ ചൂടടുപൊടി ഇത് വഴിക്ക്
റെഡിയാക്കി നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴക്കണം. അത് തന്നെ. അപ്പൊ ഈ മീൻ നെയ്യിലേക്ക് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അർപ്പൂസ് കട്ടിട്ട് ഉരുക്കും. അർപ്പൂസായിട്ടാണ് പശ അല്ലേ, ഉരുക്കിയെടുക്കും. അത് ഉരുക്കുന്ന സമയത്ത് നമ്മളിവിടെ മറ്റേ ചോക്കുപൊടി ഈ റെഡ് ഓക്സൈഡും കൂടി മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇടിച്ച് കുഴച്ച് ഇതുണ്ടാക്കും. അതാണിത് അല്ലേ, അത് കാണട്ടെ. ഓ, ഇങ്ങനെ കിട്ടും. ഇത് നല്ല പശ പോലെ കേട്ടോ. അത് കൊള്ളാം. അപ്പൊ ഇത് നമ്മൾ അതിന്റെ ഹോട്ടലിലേക്ക് ഇവിടുന്ന് കയറ്റി വയ്ക്കും. അതാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത്. അതാണ് നിങ്ങൾ തേക്കുന്നത്. ഓ. ഈ ഓയിൽ ഇരുന്ന് ഉണങ്ങിയാണ് പിന്നീട് വെള്ളമെല്ലാം കറുത്ത നിറമായിട്ട് മാറുന്നത് അല്ലേ. എല്ലാ വർഷവും നമ്മൾ ഓയിൽ അടിക്കാം, കയറ്റി വെച്ചല്ലേ. എല്ലാ വർഷവും നല്ല വേനൽക്കാലത്ത് വെള്ളം കയറ്റി വെക്കുക, മീൻ നെയ്യ് മേടിച്ച് അടിക്കുക. നല്ല ശരിക്കും ഉണങ്ങി കഴിയുമ്പോ പലകയുടെ പ്രൊട്ടക്ഷൻ. അപ്പോ താങ്കളുടെ പേര് പൂർണ്ണമായും പേര് എന്താ? എൻ്റെ പേര് സാബു. സാബു. അപ്പം സാബുജി, താങ്കൾ ആശാന്റെ കൂടെ എന്ന് മുതലാണ് ഈ വള്ളപ്പണി? ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. അച്ഛന്റെ പെങ്ങളുടെ മകൻ. അപ്പൊ സഹോദരൻ, കസിൻ ബ്രദറാണ്. അത് ശരി. പുള്ളിയുടെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഈ കെട്ടെന്ന് പറഞ്ഞാൽ കെട്ടുകാരായിട്ട് പ്രത്യേകിച്ചുണ്ട്. ഞങ്ങളുടെ ഇതിൽ കെട്ടൊന്നും ഇല്ല. ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വെള്ളം പോകും. ഒരു 5 പേരെങ്കിലും വേണം ഇതിലുള്ള വള്ളം പണിയാണ്. അതെ, നിങ്ങൾ പലകൊക്കെ ചെത്തി ചേർപ്പിച്ചൊക്കെ വെക്കും, മറ്റവര് കെട്ടി 2 പേര് മരപ്പണി ചെയ്യുമ്പോൾ ഒരാൾ തുളച്ചു തരും, 2 പേര് കെട്ടിപ്പോകും. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ ഞങ്ങൾ 2 പേരും കൂടി എല്ലാം ചെയ്യണത്. മരം ചെത്തി ചേർപ്പിച്ച് വെക്കുക, പിന്നെ തുളയിടുക, പിന്നെ ചകിരി മടലടിച്ച് ചകിരി ഉണ്ടാക്കുക, അത് വെക്കുക, പിന്നെ കയറിങ്ങനെ അല്ലെ, എത്ര 8 കയറോ 10 കയർ, എത്ര 14 കയറ് ചേരുടെ മുകളിൽ കൂടി ഓടിച്ചിട്ടാണ് അതിനെ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അപ്പൊ ആ 14 കയറുകൾ കെട്ടി കഴിയുമ്പോൾ നല്ല ബലമായിട്ട് നിൽക്കും. ആ ബലവും കൂടിയാണ് ഈ വള്ളത്തിന് കിട്ടുന്നത്. അപ്പൊ താങ്കളുടെ വീട്ടില് ആരൊക്കെ? കുമ്പളക്കി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ. ആരൊക്കെ എന്റെ വീട്ടില്? എന്റെ വീട്ടിലും വൈഫുണ്ട്, മക്കളൊക്കെ എന്ത് ചെയ്യണു? മക്കളിപ്പോ ഒരാള് 2 പേരും ജോലിക്ക് പോകണം. അപ്പൊ നീ ആശാന്റെ കാര്യങ്ങള് വീട്ടില് എങ്ങനെ ആരൊക്കെയാ? വീട്ടില് ഭാര്യ, 2 മക്കള്. ഒരാള് മൂത്താള് +2 പഠിക്കുന്നു, ഇളയാള് +1 പഠിക്കുന്നു. ഇളയത് പെൺകുട്ടി. അപ്പൊ വള്ളം പണിയുമായിട്ട് ഇപ്പൊ വീട്ടിലെ അങ്ങനെ ആർക്കും ഇനിയിപ്പോ ഒരു ഇത് ഇല്ല. അത് പുതിയ തലമുറക്ക് ഇതില്ല, ഇതിന്റെ ഒരു ആഗ്രഹം വരുന്നില്ല. വള്ളത്തിൽ അത് കയറിട്ട് പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ. അവർക്ക് ഇതിന്റെ ഒരു ആഗ്രഹം പോലും ഇല്ല. അതാണ്. അതിന് പുതിയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ PM വിശ്വകർമ്മ പദ്ധതിയിൽ ഈ വള്ളം പണിയും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പൊ കാരണം വെച്ചാൽ ഇത് പരമ്പരാഗത തൊഴിലുകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പാടഭാഗങ്ങളിൽ ആക്കാനുള്ള ശ്രമമാണ്. വള്ളം പണി മാത്രമല്ല, പരമ്പരാഗത തൊഴിലുകളെല്ലാം ഇല്ല. അപ്പൊ പാഠഭാഗമാക്കി കഴിയുമ്പോ അത് പിള്ളേര് മറന്നു പോകണല്ലോ. ഒരു 20 വയസ്സുള്ള പിള്ളേർക്ക് വള്ളം പണി എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതിന്റെ ഓരോ പേരുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു അറിവുമില്ല ഈ പിള്ളേർക്ക്. അപ്പൊ അതൊക്കെ നിന്ന് പോയാൽ നമ്മുടെ നാടിന്റെ ഒരു നന്മയും കൂടിയാണല്ലോ ഈ വള്ളങ്ങളൊക്കെ. നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമയാണ്, ഒരു നന്മയും കൂടിയായിരുന്നു ഈ വള്ളം പണികളും ആ പണിയുമായിട്ടുള്ള മേഖലയിലുള്ള ആൾക്കാർ. അതല്ലേ, പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോകുന്ന പറയുമ്പോ ഇപ്പൊ എന്നോടുകൂടി വള്ളം പണി അവസാനിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോ ആ അവസ്ഥ ഒന്നും വരാൻ പാടില്ല. അപ്പൊ നമ്മുടെ നാടിന് തന്നെ ഒരു തീരെ വേണ്ടി ഇപ്പൊ കേന്ദ്ര സർക്കാർ ട്രെയിനിങ്ങിനെ വിളിക്കാറായിട്ടുണ്ട് എന്റെ ബോട്ട് മേക്കറിന്റെ. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിനെയൊക്കെ പാസ്സായി കഴിഞ്ഞാലേ എനിക്ക് അതിനെ കുറിച്ച് പിന്നെ ഇനി മുന്നോട്ട് അത് പോകാൻ പറ്റും.